ഈ എപ്പോഴും ഒരേപോലെ ചെയ്യാതെ ഇതുപോലെ നല്ല ജീവനുള്ള മത്തിയൊക്കെ കിട്ടുമ്പോൾ ഒരു വട്ടം ഇതുപോലെ ആക്കി നോക്കട്ടോ. അപ്പം ഞാനിവിടെ ഒരു 7-8 മത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇത്തിരി കറിവേപ്പിലേക്ക് ഇട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ മൺചട്ടിയിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടി വരുമ്പോൾ ഇത്തിരി വീതം ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും പിന്നെ ചെറിയൊരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും 3-4 പച്ചമുളക് നെടുകെ കീറിയതും ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും ഇത്തിരി കറിവേപ്പിലിട്ട് വീണ്ടും നന്നായി വഴറ്റി ഉടച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ അങ്ങോട്ട് മാറുമ്പോൾ ഒരു പീസ് കൊടംപുളി വെള്ളത്തിലിട്ട് വച്ചാർന്നതും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായി തിളച്ച് ഒന്നങ്ങ് വറ്റി വരുമ്പോൾ പൊരിച്ചു വെച്ചിരുന്ന മത്തി ഇതിലേക്കിട്ട് ചെറുതായൊന്ന് മിക്സ് ചെയ്ത് ഒരു കപ്പിന്റെ അടുത്ത് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചങ്ങ് ഫ്ലെയിം ഓഫ് ആക്കിയാൽ ഒരു വട്ടം ഇതുപോലെ ആക്കി നോക്കട്ടോ. എന്തിൻ്റെയും കൂടെ പൊക്കോളും. സെറ്റ് സാധനമാണ്.